ഈ ആഴ്ച ഇന്ത്യയിൽ നിന്ന് UAE-യിലേക്കോ മറ്റു വിദേശ രാജ്യങ്ങളിലേക്കോ ഒക്കെ യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ വിമാനത്താവളത്തിലേക്ക് എത്തും മുമ്പ് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇന്ത്യയിൽ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായിട്ട് എല്ലാ വിമാനത്താവളങ്ങളിലും പരിശോധനാ സംവിധാനങ്ങൾ ഒന്നുകൂടി ശക്തമാക്കിയിരിക്കുകയാണ്. ഓഗസ്റ്റ് 10 മുതൽ 20 വരെയുള്ള ഒരു സമയത്താണ് ഏറ്റവും കൂടുതൽ പരിശോധന വരുന്നത്. തിരുവനന്തപുരത്തും കണ്ണൂരിലും കോഴിക്കോടും കൊച്ചിയിലും അടക്കം ഇന്ത്യയിലെ എല്ലാ വിമാനത്താവളങ്ങളിലും അഡീഷണൽ സെക്യൂരിറ്റി സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് യാത്രക്കാര് കുറച്ചുകൂടി നേരത്തെ എത്തണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ആദ്യം തന്നെ വിമാന കമ്പനികൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇൻഡിഗോയും സ്പൈസ് ജെറ്റും എയർ ഇന്ത്യ അടക്കമുള്ള എല്ലാ വിമാന കമ്പനികളും തങ്ങളുടെ യാത്രക്കാരോട് സാധാരണയിലും നേരത്തെ വിമാനത്താവളങ്ങളിൽ എത്തണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. സാധാരണ പരിശോധനകൾക്ക് പുറമെ ഈ ബോർഡിങ്ങിന് തൊട്ടു മുമ്പുള്ള സെക്കൻഡറി ലാഡർ പോയിന്റ് ചെക്കിങ്ങിനും കൂടുതൽ സമയമെടുക്കുന്നുണ്ട്. പിന്നെ റോഡുകളിലെ തിരക്കും കാര്യങ്ങളും ഒക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് നിങ്ങൾ നേരത്തെ എത്തുക വിമാനത്താവളങ്ങളിൽ എന്നുള്ള ഒരു കാര്യമാണ് എല്ലാ വിമാന കമ്പനികളും ഓർമ്മപ്പെടുത്തുന്നത്. പിന്നെ എയർപോർട്ടിൽ എത്തുമ്പോൾ നിങ്ങളുടെ എല്ലാ രേഖകളും നിങ്ങളുടെ കയ്യിൽ തന്നെ കരുതുക. എല്ലാ രേഖകളും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതെല്ലാം അപ്പൊ തന്നെ ഉദ്യോഗസ്ഥരെ കാണിക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ എടുത്തു വെക്കുക. ബാഗേജിന്റെ നിയന്ത്രണങ്ങൾ കൃത്യമായിട്ട് പാലിക്കുക. സെക്യൂരിറ്റി സ്ക്രീനിങ് സംവിധാനം എളുപ്പത്തിലാക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. അപ്പൊ ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഈ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട ദിവസങ്ങളിൽ യാത്ര ചെയ്യാൻ. വിമാനത്താവളത്തിൽ എത്തും മുമ്പ് ഇക്കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിച്ചേക്കുക. ചൂടിനെ കുറിച്ച്, UAE-യിലെ കാലാവസ്ഥയെ കുറിച്ച് നമ്മൾ എന്ത് പറഞ്ഞാലും അപ്പൊ തന്നെ കമന്റില് സുഹൈൽ നക്ഷത്രം എപ്പോ വരും എന്നുള്ളൊരു ചോദ്യം കാണാൻ പറ്റും. സുഹൈൽ നക്ഷത്രം വരുമോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യങ്ങളൊക്കെ പലരും ചോദിക്കാറുണ്ട്, ഞങ്ങളോട് കാണാറുണ്ട് അത്തരം കമന്റുകളൊക്കെ. ഇന്നും പക്ഷേ UAE-യിലെ കാലാവസ്ഥയെക്കുറിച്ചും സുഹൈൽ നക്ഷത്രത്തെക്കുറിച്ചും ഒക്കെയാണ് നമുക്ക് പറയാനുള്ളത്. UAE-യിലെ സഹിക്കാനാവാത്ത കടുത്ത ചൂടിന് പതുക്കെ ആശ്വാസം വരാൻ പോവാണ്. ജൂലൈ തുടക്കം മുതൽ ഒരു ഓഗസ്റ്റ് പകുതി വരെ നീണ്ടു നിന്ന് 51 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ ചൂടുയർന്ന അയ്യാം അൽ ഗൈത്ത് എന്ന കടുത്ത വേനൽ കാലഘട്ടം ഇപ്പൊ പിന്നിട്ടിരിക്കുകയാണ്. വരുന്ന ഓഗസ്റ്റ് 24 ആകാശത്ത് സുഹൈൽ നക്ഷത്രം ഉദിച്ചു വരും. അറബ് പരമ്പരാഗത കലണ്ടർ അനുസരിച്ച് കടുത്ത വേനൽക്കാലം അവസാനിക്കുന്നതിന്റെ സൂചനയായിട്ടാണ് സുഹൈൽ നക്ഷത്രം വരുന്നത്. അപ്പൊ സുഹൈൽ നക്ഷത്രം അങ്ങോട്ട് ഉദിക്കുമ്പോൾ തൊട്ട് അടുത്ത ദിവസം തണുപ്പ് വരും, അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ. ഘട്ടം ഘട്ടമായി ചൂട് പതിയെ പതിയെ കുറയും എന്നുള്ളതാണ്. ചൂട് കുറഞ്ഞാലും പക്ഷെ അന്തരീക്ഷത്തിൽ ഹ്യൂമിഡിറ്റിയുടെ സാധ്യത വളരെ കൂടും എന്നുള്ളത് കൊണ്ട് ഈ ചൂട് കുറയുന്നതിന്റെ ആശ്വാസം എത്ര കണ്ട് നമുക്ക് എഫക്റ്റീവ് ആവും എന്നുള്ള ഒരു കാര്യവും സംശയകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ചെറിയ ചൂട് കാറ്റും ഈ സെപ്റ്റംബറിൽ രാജ്യത്ത് പലയിടത്തും അനുഭവപ്പെടാന്നുള്ളതാണ്. സെപ്റ്റംബർ 23 മാത്രമേ നേരിയ രീതിയിൽ വൈകുന്നേരങ്ങളിൽ ഒരു ആശ്വാസമൊക്കെ ലഭിക്കുകയുള്ളൂ. പിന്നെ നവംബർ ഡിസംബർ ഒക്കെ വരുമ്പോൾ നമുക്ക് ആശ്വാസകരമായിട്ടുള്ള തണുത്ത കാലാവസ്ഥയിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. സുഹൈൽ എന്ന് പറയുന്നത് ഒരു ട്രാൻസിഷൻ പീരീഡ് അല്ലെങ്കിൽ ആ ഒരു ഘട്ടം എന്ന് മാത്രം കരുതിയാൽ മതി. സുഹൈൽ ഉദിച്ച് പിറ്റേ ദിവസം മുതൽ വലിയ തണുപ്പും കാര്യങ്ങളും ഒക്കെ വരും എന്നുള്ള രീതിയിൽ ആരും വ്യാഖ്യാനിക്കേണ്ട എന്ന് വെച്ചിട്ട്. കടുത്ത വേനലിനിടയിൽ UAE-യുടെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായിട്ടുള്ള മഴ, അതിന്റെ പശ്ചാത്തലത്തിൽ കാലാവസ്ഥാ കേന്ദ്രം ഓറഞ്ച് അലേർട്ടും യെല്ലോ അലേർട്ടും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നലെ അലൈനടക്കമുള്ള മേഖലകളിൽ ശക്തമായിട്ടുള്ള കാറ്റും ഇടിയോടുകൂടിയ മഴയൊക്കെ പെയ്തിരുന്നല്ലോ. താപനില 51 ഡിഗ്രി സെൽഷ്യസിന്റെ ഒക്കെ ആ ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു മഴയും കാര്യങ്ങളും ഒക്കെ പലയിടത്തും റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ അപ്രതീക്ഷിത മഴ വരും ദിവസങ്ങളിലും തുടരും. ആഗോള കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായിട്ടാണ്, എൽ നിനോ പ്രതിഭാസമൊക്കെ അല്ലേ, അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ മഴയും കാര്യങ്ങളും എന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത്. അടിയന്തര ഘട്ടങ്ങളിൽ ജാഗ്രത പാലിക്കണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് അധികൃതർ നൽകുന്നുണ്ട്. വെള്ള കെട്ടുള്ള അല്ലെങ്കിൽ വാദികൾ അങ്ങനെയുള്ള ഏരിയകളിലേക്ക് പോകരുത്. മഴയുള്ളപ്പോൾ വാഹനം ഓടിക്കുമ്പോൾ ജാഗ്രത വേണം. മിന്നലുള്ള സമയത്ത് തുറസായ സ്ഥലങ്ങളിൽ നിൽക്കരുത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. വാർത്തകൾക്കും വിവരങ്ങൾക്കുമായി കാലാവസ്ഥാ വിഭാഗത്തിന്റെ ഔദ്യോഗിക കേന്ദ്രങ്ങളെ ആശ്രയിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അധികൃതർ നൽകുന്നത്. എന്തായാലും അക്കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക.